ഫസ്റ്റ് വൺ, ഫിക്സ് എ സ്ട്രോങ് റുട്ടീൻ. അപ്പൊ നമ്മൾ സ്ട്രോങ് ആൻഡ് പവർഫുൾ ആക്കാനുള്ള നമ്പർ 1 ടെക്നിക് പോസിറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സ് നമ്മുടെ റുട്ടീന്റെ ഭാഗമാക്കുക. സോ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ കാര്യം എപ്പോഴെങ്കിലും ദിവസം ചെയ്തിട്ട് കാര്യമില്ല. ഒരേ കാര്യം ഒരേ സമയം റെഗുലർ ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. ഫോർ എക്സാമ്പിൾ, നാളെ മുതൽ എല്ലാ ദിവസവും 10 മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യാൻ പോകുന്ന ഡിസൈഡ് ചെയ്യണം. ഫിക്സ് ചെയ്തിരിക്കുന്ന ടൈം 7 AM ആണ്. അപ്പൊ എല്ലാ ദിവസവും കൃത്യം 7 മണിക്ക് തന്നെ നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ വിൽ പവർ കൂട്ടാനും നമ്മുടെ ഡിസിപ്ലിൻഡ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ടൈം ഇൻക്രീസ് ചെയ്യാം. ഇന്നലെ വരെ 7 മണിക്ക് എണീറ്റ ആളാണെങ്കിൽ ഇന്ന് മുതൽ 15 മിനിറ്റ്സ് നേരത്തെ എണീക്കാൻ ശ്രമിക്കാം. സോ ഇന്നലെ വരെ എന്ത് ചെയ്തോ അതിനേക്കാളും ഒരു എക്സ്ട്രാ എഫേർട്ട് കൊടുക്കുക. സെക്കൻഡ് വൺ, ലേൺ സംതിങ് ന്യൂ ഡെയിലി. അപ്പൊ നമ്മുടെ മേഖല എന്തായിക്കോട്ടെ, ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, നമ്മുടെ മേഖലയായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഹോബീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാകാം, സെൽഫ് ഹെൽപ്പ് ടോപ്പിക്സ് ആകാം, അല്ലെങ്കിൽ ലൈഫിന് പോസിറ്റീവായിട്ട് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ടോപ്പിക്സ് ആകാം. ജേർണലിംഗ്, മെഡിറ്റേഷൻ, മൈൻഡ് പവർ, ലോ ഓഫ് അട്രാക്ഷൻ, എന്ത് ടോപ്പിക് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പുതിയ കാര്യം എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസവും എടുക്കുമ്പോൾ ഒരു ചെറിയ കാര്യമായിട്ട് തോന്നും, പക്ഷെ ഗ്രാജുവലി ഇത് വലിയ സമ്പാദ്യമായി മാറും. റിമെമ്പർ, നോളജ് ഇസ് പവർ. നമ്മുടെ ലൈഫിലെ ഓരോ ഘട്ടത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വെപ്പൺസ് ആയി മാറും. തേർഡ് വൺ, റീഡ് റെഗുലർലി. ഫിക്ഷൻ ബുക്സ്, നോൺ ഫിക്ഷൻ ബുക്സ്, പ്രൊഫഷണൽ ബുക്സ്, ഏത് കാറ്റഗറി ഓഫ് ബുക്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക ആൻഡ് റീഡ് റെഗുലർലി. ഫിക്സ് എ ടാർഗറ്റ്. എല്ലാ ദിവസവും 10 മിനിറ്റ്സ് വായിക്കും, അല്ലെങ്കിൽ 20 മിനിറ്റ്സ് വായിക്കും, 10 പേജസ് വായിക്കും. അങ്ങനെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വായിക്കുന്നത് നല്ലത്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാനൊരു പുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ എനിക്കത് തീർക്കാതെ എണീക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫോണിൽ ഒരു അലാറം സെറ്റ് ചെയ്യുക, 10 മിനിറ്റ്സിനോ 20 മിനിറ്റ്സിനോ. ആ ടൈം ഡ്യൂറേഷൻ കഴിയുമ്പോൾ അടുത്ത കാര്യങ്ങൾക്ക് പോവാം. അപ്പൊ ഈ കാരണങ്ങളൊന്നും വായിക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസസേ അല്ല.